കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് ഈ സന്ധ്യാസമയം ഈ സൂം എന്ന പ്ലാറ്റ്ഫോമിൽ കൂടെ അനേക ദൈവ മക്കളുടെ മുൻപിൽ ഒരു സാക്ഷിയായി നിൽക്കുവാനും ദൈവവചനം സംസാരിക്കുവാനുമുള്ള അവസരം ദൈവം തന്നതിനെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുവാണ്. ഈ പ്ലാറ്റ്ഫോമിൽ ചില അറിയാവുന്ന മുഖങ്ങൾ കാണുന്നുണ്ട്. എന്നാൽ പല മുഖങ്ങളും പുതിയ മുഖങ്ങളായിട്ടാണ് കാണുന്നത്. ആദ്യമായിട്ട് കർത്താവിനെ രക്ഷിച്ച വിധം അതിനെക്കുറിച്ച് ചില വാക്കുകൾ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അത് തുടർന്ന് ദൈവവചനത്തിൽ നിന്ന് ചില ചിന്തകൾ പറയുവാനായിട്ട് കർത്താവിൽ ശരണപ്പെടുന്നു. പ്രിയ സഹോദരൻ ഓർമ്മിപ്പിച്ചതുപോലെ എൻ്റെ പേര് മൃദുലാണ്. സ്വന്തം സ്ഥലം തമിഴ്നാട് കന്യാകുമാരി ജില്ല മഞ്ഞാലുമൂട് ഭാഗത്താണ്. സ്വന്തം ഭാഷ എന്ന് പറയുന്നത് തമിഴാണ്. മലയാളം എഴുതുവാനോ വായിക്കുവാനോ അറിയത്തില്ല. മലയാളം സംസാരിക്കാൻ മാത്രമേ അറിയത്തുള്ളൂ. അപ്പോൾ സംസാരിക്കുന്ന സമയത്ത് എന്തെങ്കിലും തെറ്റ് വരുവാണെങ്കിൽ ദയവായി പൊറുക്കണം എന്ന് ആദ്യമേ ചോദിച്ചോളും. ഞങ്ങളുടെ വീട്ടിൽ മാതാവുണ്ട്, പിതാവുണ്ട്, 2 സഹോദരിമാരുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ മഞ്ഞാലുമൂട് ഭാഗത്താണ് വീടായിരിക്കുന്നത്. ഞങ്ങളുടെ വീട്ടിലുള്ള എല്ലാവരും CS ഡിനോമിനേഷൻ ഫോളോ ചെയ്ത് പോകുന്നവരാണ്. ഞാനും ആ കുടുംബത്തിൽ ജനിച്ച ആ ഒരു സംഘടനയിൽ വളർന്നു വന്ന വ്യക്തിയാണ്. യഥാർത്ഥത്തിൽ കർത്താവിനെ അറിയുവാനുള്ള മുഖാന്തരമായി തീർന്നു പറയുന്നത് അത് എൻ്റെ അണ്ടർ ഗ്രാജുവേഷൻ കോഴ്സ് MBBSൻ്റെ അവസാന കാലഘട്ട സമയത്തിലായിരുന്നു. 2016, 2017 വർഷം എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത 2 വർഷങ്ങളാണ്. കാരണം 2016, 2017 വർഷം എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ഞാൻ മാനസികമായിട്ട് ദുഃഖപ്പെട്ട് വേദനപ്പെട്ട് പോയ വർഷവും, അത് മാത്രമല്ല അതിൽ നിന്നെല്ലാം ഒരു വിമോചനം ലഭിച്ച വർഷങ്ങളാണ് 2016, 2017 വർഷം എന്ന് പറയുന്നത്. പലർക്കും അറിയത്തില്ല എന്ന് ഞാൻ കരുതുന്നു. MBBS കോഴ്സ് കഴിഞ്ഞിട്ട് 1 വർഷം ഇന്റേൺഷിപ്പ് ഉണ്ട്. അപ്പോൾ ആ ഇന്റേൺഷിപ്പ് തുടങ്ങുന്ന വർഷമായിരുന്നു 2016 വർഷം. അതേപോലെ അത് തീരുന്ന വർഷമായിരുന്നു 2017 വർഷം. അപ്പോൾ ആ ഇന്റേൺഷിപ്പ് കയറുന്ന സമയത്ത് പല പ്രശ്നങ്ങളിൽ കൂടെ കടന്നുപോയി. ജീവിതം വേണ്ട എന്ന് ചിന്തിച്ചു പോയ പല സമയങ്ങളുണ്ടായിരുന്നു. എന്നാൽ ദൈവം അതിനൊന്നും ഇടയാക്കാതെ നടത്തിക്കൊണ്ടുപോയി. 2017 വർഷം ഇന്റേൺഷിപ്പ് കോഴ്സ് തീരുന്ന സമയത്ത് അങ്ങനെ ജീവിതത്തിൽ നിരാശപ്പെട്ട് ദുഃഖപ്പെട്ട് ഒരു സന്തോഷവുമില്ലാതെ കഴിയുന്ന സമയത്ത് ഫേസ്ബുക്കിൽ കൂടെ ഒരു വ്യക്തിയെ പരിചയപ്പെടുവാൻ ഇടയായി. പലർക്കും അത് വിശ്വസിക്കാൻ ചിലപ്പോൾ പാടായിരിക്കും. അങ്ങനെ ഫേസ്ബുക്കിൽ കൂടെ ഒരു വ്യക്തിയെ പരിചയപ്പെട്ടു. സത്യത്തിൽ ആ പുള്ളി ഒരു ദൈവമകനായിരുന്നു. ആ വ്യക്തിയിൽ കൂടെ ദൈവവുമായിട്ടുള്ള ബന്ധം, ദൈവം ആരാണെന്നും എന്തിനാണ് ദൈവത്തിൻ്റെ ആവശ്യമെന്നുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുവാനിടയായി. അത് കഴിഞ്ഞിട്ട് കോഴ്സ് കഴിയുവാനിടയായി, MBBS കോഴ്സ് കഴിയുവാനിടയായി. വീട്ടിലോട്ട് മടങ്ങി വന്നു. അപ്പോൾ വീട്ടിലോട്ട് മടങ്ങി വന്നു കഴിഞ്ഞിട്ട് ഈ ആത്മീയമായിട്ടുള്ള കാര്യങ്ങളൊന്നും, ആ ഒരു ചിന്ത, അങ്ങനത്തെ ഒരു കാഴ്ചപ്പാടുകളൊന്നും ഇല്ലാതെയാണ് ഭവനത്തിൽ കടന്നു വരുന്നത്. ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളായിരുന്നു മനസ്സിൽ കൂടെ കടന്നു പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഭവനത്തിൽ കടന്നു വന്നിട്ട് നേരത്തെ ഓർപ്പിച്ചല്ലോ, ഒരു ഫേസ്ബുക്കിൽ കൂടെ പരിചയപ്പെട്ട ഒരു സഹോദരൻ. ആ സഹോദരൻ എള്ളുവിള എന്നുള്ള ഭാഗത്തുള്ള സുവിശേഷകനുമായിട്ട് കോണ്ടാക്ട് ഉണ്ടാക്കി തന്നു. അങ്ങനെ ആ സുവിശേഷകനെ
ആ, കാണുവാനും പോയി ആ, സംസാരിക്കുവാനും ദൈവവചനം ആ സുവിശേഷകൻ ആ, എന്നോട് പങ്കുവയ്ക്കുവാനും ഇടയായി തീർന്നു. അങ്ങനെ 2017 വർഷം ആ, ജൂൺ മാസമാണ് ആ, കർത്താവിനെ യേശു ക്രിസ്തുവിനെ കർത്താവായിട്ട് സ്വീകരിക്കുവാനുള്ള ആ, അവസരം ദൈവം ഒരുക്കി തന്നത്. ആ, അത് മാത്രമല്ല, എൻ്റെ ജീവിതത്തിൽ എത്രമാത്രം പാപങ്ങളുണ്ടായിരുന്നു, ആ പാപത്തിൻ്റെ ഫലമായിട്ട് എൻ്റെ ജീവിതത്തിൽ വന്ന കഷ്ടവും ദുഃഖവും എത്രമാത്രം ഉണ്ടായിരുന്നു എന്നുള്ള ആ, കാര്യങ്ങൾ ദൈവം വെളിപ്പെടുത്തി തന്നു. ആ, ആ സുവിശേഷകന്റെ വീട്ടിൽ വെച്ചാണ് ആ, ഏറ്റുപറഞ്ഞതും ആ, തുടർന്ന് ആ സഭയിൽ ഇടയ്ക്കിടയ്ക്ക് പോകുവാനും ആ സഭയിൽ തന്നെ ഇടയ്ക്കിടയ്ക്ക് പോകുന്ന സമയത്ത് ഞാൻ ജനിച്ചു വളർന്ന പള്ളിയിലും ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോകുമായിരുന്നു. എന്നാൽ ആ രണ്ട് സ്ഥലത്തിലുള്ള വ്യത്യാസം കൃത്യമായിട്ട് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. കാരണം ആ, ഞാൻ ജനിച്ചു വളർന്ന സഭയിൽ പോകുമ്പോൾ ഒരു സന്തോഷമോ അങ്ങനത്തെ ഒന്നും ഇല്ലാണ്ട് മറിച്ച് ഒരു ദുഃഖമായിട്ടുള്ള ഒരു ആ, മനോഭാവമായിരുന്നു അവിടെ പോകുമ്പോൾ. എന്നാൽ ആ, ഈ വേർപാട് സഭയിൽ പോകുമ്പോൾ ഹൃദയത്തിലുണ്ടായിരുന്ന സന്തോഷവും അത് വേറൊരു പുതിയൊരു അനുഭവമായിരുന്നു. അങ്ങനെ ആ, ജനിച്ചു വളർന്ന ആ CS പള്ളിയിൽ പോകുന്നത് കൊണ്ട് വലിയൊരു കാര്യമില്ല എന്നുള്ള സത്യവും മനസ്സിലായി. കാരണം ആ, CS പള്ളിയിൽ യഥാർത്ഥമായിട്ടുള്ള ദൈവവചനമൊന്നും പഠിപ്പിക്കത്തില്ലായിരുന്നു. മറിച്ച് ഒരു പാരമ്പര്യ ആചാരങ്ങൾ അനുസരിച്ച് വന്ന ഒരു രീതിയായിരുന്നു. ദൈവവചനം പഠിക്കും തോറും CS സഭയുമായിട്ടുള്ള ബന്ധം വേണ്ട എന്ന് തോന്നി. ആ, അങ്ങനെ ഒരു ദിവസം തീരുമാനമെടുത്ത് പൂർണ്ണമായിട്ടും ഈ വേർപാട് സഭയിൽ എല്ലുള ബ്രദറൻ സഭയിൽ ആ, പോകുവാനായിട്ട് ദൈവം മനസ്സൊരുക്കി. തുടർന്ന് 2018 വർഷം ഫെബ്രുവരി മാസം സ്നാനപ്പെടുവാൻ കർത്താവ് അനുവദിച്ചു. തുടർന്ന് 2019 വർഷം മെയ് മാസം ആ, വിവാഹം കഴിക്കുവാൻ ദൈവം കൃപ നൽകി. വിശ്വാസത്തിലോട്ട് വരുന്ന സമയത്ത് വീട്ടിൽ പല പ്രശ്നങ്ങളുണ്ടായിരുന്നു, പല എതിർപ്പുകളുണ്ടായിരുന്നു. എന്നാൽ കർത്താവ് അതൊക്കെ സഹിക്കുവാനുള്ള മനസ്സ് തന്നു. അത് മാത്രമല്ല, ഇപ്പോൾ ആ എതിർപ്പുകൾക്കെല്ലാം ഒരു വ്യത്യാസം ഉണ്ടായി അനുകൂലമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഭവനത്തിൽ ദൈവം ഒരുക്കി തന്നിരിക്കുന്നു. അതിനായിട്ട് ദൈവത്തിന് ഞാൻ സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. 2019 വർഷം വിവാഹം കഴിഞ്ഞു. 2019 വിവാഹം കഴിഞ്ഞിട്ട് 2021 വർഷം ദൈവം ഒരു മകളെ ഞങ്ങൾക്ക് ദാനമായി നൽകി. കഴിഞ്ഞ വർഷം 2023 വർഷം ഒരു മകനെയും ദൈവം ദാനമായിട്ട് നൽകി. അങ്ങനെ ഞങ്ങൾ കുടുംബമായിട്ട് എള്ളുവിള സ്ഥലം സഭയിൽ കർത്താവിനെ ആരാധിച്ച് പോകുന്നു. എൻ്റെ ഉപജീവന മാർഗവുമായിട്ട് ബന്ധപ്പെട്ട് 2017 വർഷം ആ കോഴ്സ് കഴിയുവാനായിട്ട് ഇടയായി. ഇപ്പോൾ 2022 വർഷം തുടർ പഠനത്തിന് വേണ്ടി പ്രിയ സഹോദരൻ ഓർപ്പിച്ചതുപോലെ കോസ്മോപൊളിറ്റൻ ഹോസ്പിറ്റൽ അനസ്തീഷ്യ ഡിപ്പാർട്ട്മെന്റിൽ ജോയിൻ ചെയ്യുവാനും സബ്ജക്റ്റ് പഠിക്കുവാനും ദൈവം സഹായിക്കുന്നു. ഇപ്പോൾ ഏകദേശം 2 വർഷം കഴിയാറായി, ഒരു വർഷം കൂടെ ഉണ്ട്. അതിലും ദൈവം സഹായിക്കുവാനായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം. അത് മാത്രമല്ല, ആത്മീയമായിട്ട് ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാനും ഒരു സാക്ഷ്യമുള്ള ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ ഞങ്ങൾ കുടുംബമായിട്ട് ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ വേണ്ടി ദൈവമക്കൾ വ്യക്തിപരമായിട്ടുള്ള പ്രാർത്ഥനയിൽ നിങ്ങൾ ഓർക്കണേ എന്ന് അപേക്ഷിക്കുവാണ്. തുടർന്ന് നമുക്ക് അല്പസമയം ദൈവവചനത്തിന്റെ മുൻപിലായിരിക്കാം. ദൈവവചനം സംസാരിക്കുവാനായിട്ട് ഏത് ഭാഗം തിരഞ്ഞെടുക്കണമെന്നുള്ള ചിന്തകൾ ഇങ്ങനെ മനസ്സിൽ ഓടിക്കൊണ്ടേയിരുന്നു. കാരണം ഇതൊരു യൂത്ത് മീറ്റിംഗ് ആണ്. അപ്പോൾ എന്താണ് സംസാരിക്കണം എന്നറിയാതെ അങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു. ദൈവം കാണിച്ചു തന്ന വേദഭാഗം അത് യുവാവ് അല്ലെങ്കിൽ
യൂത്തിന് ബന്ധപ്പെട്ടുള്ള ഒരു ഭാഗമല്ല, മറിച്ച് ഏറ്റവും പ്രായമായ വളരെ ബലഹീന അവസ്ഥയിലായിരിക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കാമെന്നുള്ള ചിന്ത ദൈവം ഹൃദയത്തിൽ നൽകി. ആ വ്യക്തി ഒരു പുരുഷനല്ല, മറിച്ച് സ്ത്രീയാണ്, പ്രായമായ ഒരു സ്ത്രീയാണ്. അപ്പൊ ആ സ്ത്രീയുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് കൈക്കൊള്ളുവാൻ പറ്റുന്ന ചില ചിന്തകൾ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അതിനായിട്ട് തിരഞ്ഞെടുത്ത വേദഭാഗം നമുക്ക് വളരെ പരിചയമുള്ള വേദഭാഗമാണ്. ലൂക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായം, അതിൻ്റെ 36, 37, 38 വാക്യങ്ങളാണ്. ലൂക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായം, അതിൻ്റെ 36, 37, 38 വാക്യങ്ങൾ. ആരെങ്കിലും ഒരാൾ വായിച്ച് സഹായിക്കണം. ആശേർ ഗോത്രത്തിൽ പനുവേലിന്റെ മകളായ ഹന്ന എന്നൊരു പ്രവാചകി ഉണ്ടായിരുന്നു. അവൾ കന്യകാകാലത്തിൽ പിന്നെ ഭർത്താവിനോട് കൂടെ 7 സംവത്സരം കഴിച്ച് 84 സംവത്സരം വിധവയിൽ വളരെ വയസ്സ് ചെന്നവളുമായി ദൈവാലയം വിട്ടുപിരിയാതെ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ രാവും പകലും ആരാധന ചെയ്തു പോന്നു. ആ നാഴികയിൽ അവളും അടുത്തു നിന്ന് ദൈവത്തെ സ്തുതിച്ചു. യെരൂശലേമിന്റെ വീണ്ടെടുപ്പിനെ കാത്തിരുന്ന എല്ലാവരോടും അവനെക്കുറിച്ച് പ്രസ്താവിച്ചു. ഈ അന്ന എന്ന് പറയുന്ന ഈ മാതാവ്, നമ്മൾ വേറൊരു സുവിശേഷങ്ങളിലും ഈ മാതാവ് നമുക്ക് കാണുവാൻ കഴിയത്തില്ല. ലൂക്കോസ് സുവിശേഷത്തിൽ മാത്രമേ നമുക്ക് കാണുവാൻ കഴിയുന്നുള്ളൂ. അതിൻ്റെ കാരണം എന്താണെന്ന് ചിന്തിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയത്, ലൂക്കോസ് സുവിശേഷം എഴുതുന്ന സമയത്ത് എൻ്റെ 1-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ ലൂക്കോസ് ഇങ്ങനെയാണ് പറയുന്നത്: യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് താൻ അറിഞ്ഞ് ബോധം വന്നു കഴിഞ്ഞിട്ടാണ് ലൂക്കോസ് ഈ സുവിശേഷം എഴുതുവാനായിട്ട് ആരംഭിക്കുന്നത്. അപ്പോൾ ലൂക്കോസ് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പല കാര്യങ്ങൾ അന്വേഷിച്ച് വന്നപ്പോൾ ലൂക്കോസിന് ഈ സ്ത്രീയെക്കുറിച്ചുള്ള കാര്യവും ലഭിച്ചു കാണുമെന്നാണ് ചിന്തിക്കുന്നത്. നമുക്കറിയാം, ഈ അന്ന എന്ന് പറയുന്ന ഈ മാതാവ് ഇവിടെ ഈ ഭാഗത്ത് വരേണ്ട കാരണമെന്ന് പറയുന്നത്, കർത്താവായ യേശുക്രിസ്തു താൻ ജനിച്ചു കഴിഞ്ഞ് യേശുക്രിസ്തുവിൻ്റെ മാതാവും പിതാവും എന്ന് പറയുന്ന മറിയയും യോസേഫും ജെറുസലേം ദേവാലയത്തിൽ കൊണ്ടുവരുവാണ്. ആദ്യജാതനെ ദൈവത്തിന് വേണ്ടി അർപ്പിക്കണം എന്ന് മോശെ കൽപ്പിച്ചതുപോലെ കർത്താവായ യേശുക്രിസ്തുവിനെയും ജെറുസലേം ദേവാലയത്തിൽ കൊണ്ടുവരുവാണ്. അപ്പൊ യേശുക്രിസ്തുവിനെ കൊണ്ടുവരുന്ന സമയത്ത് അവിടെ ആദ്യമായിട്ട് ഷിമിയോൻ യേശുക്രിസ്തുവിനെ എടുത്ത് അനുഗ്രഹിക്കുന്നതും ദൈവത്തിനെ മഹത്വപ്പെടുത്തുന്നതും ഉള്ള രംഗം കാണുന്നുണ്ട്. അത് തുടർന്നാണ് ഈ അന്ന എന്ന് പറയുന്ന ഈ പ്രായമേറിയ സ്ത്രീയെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അപ്പോൾ ഈ അന്ന എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്ന് പറയുന്നത് കൃപ നിറഞ്ഞത് എന്നാണ്. അപ്പൊ ഈ അന്ന ആശേർ ഗോത്രത്തിൽ വന്ന സ്ത്രീയാണ്. ഈ അന്നയുടെ പിതാവെന്ന് പറയുന്നത് ഫനുവേലാണ്. ഈ അന്ന ആ ജെറുസലേം ദേവാലയത്ത് ഉണ്ടായിരുന്ന ഒരു പ്രവാചക ശുശ്രൂഷ ചെയ്തു വരുന്ന ഒരു സ്ത്രീയായിരുന്നു. അപ്പൊ അന്ന എന്നുള്ള പേരിന്റെ അർത്ഥം കൃപ നിറഞ്ഞത് എന്നാണ്. യാക്കോബിന്റെ 8-ാമത്തെ പുത്രനായ ആശേറിന്റെ ഗോത്രത്തിൽ ഉൾപ്പെട്ടു വരുന്ന സ്ത്രീയാണ്. അത് മാത്രമല്ല, അന്നയുടെ ആ ദേവാലയത്തിലുള്ള ശുശ്രൂഷ എന്ന് പറയുന്നത് പ്രവാചക ശുശ്രൂഷയായിരുന്നു. നമ്മൾ ബൈബിൾ നോക്കുവാണെങ്കിൽ പുരുഷന്മാരായ പ്രവാചകന്മാർ അനേകം പേരെ നമുക്കറിയാം. എന്നാൽ സ്ത്രീകളിൽ പ്രവാചക ശുശ്രൂഷ ചെയ്തവർ വളരെ ചുരുക്കമായിട്ടുള്ള ആൾക്കാരേ ഉള്ളൂ. അതൊന്ന് അഹറോന്റെ സഹോദരിയായ മിറിയാം, ഹുൽദ, നോവാദ്യ,
അത് മാത്രമല്ല, ഇത്രയും 4 പേരുമാണ്, 4 പേരുടെ പേരാണ് പഴയ നിയമത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ പുതിയ നിയമത്ത് രേഖപ്പെടുത്തിയിരിക്കുന്ന ഒറ്റ ഒരു പേരേ ഉള്ളൂ. അത് ഈ അന്നയെ മാത്രമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ പേര് പറയാത്ത അല്ലെങ്കിൽ പേര് രേഖപ്പെടുത്തിയിട്ടില്ലാത്ത പ്രവാചക ശുശ്രൂഷ ചെയ്തു വന്ന വേറെ 4 സ്ത്രീകളെയും അപ്പോസ്തല പ്രവൃത്തി 21-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. സുവിശേഷകനായ ഫിലിപ്പിന്റെ 4 പെൺമക്കൾ, അവരെയും പ്രവാചക ശുശ്രൂഷ ചെയ്തു വന്നവർ എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെ വേദപുസ്തകത്തിൽ പ്രവാചക ശുശ്രൂഷ ചെയ്തു വന്ന സ്ത്രീകളിൽ ഒരു സ്ത്രീയായിരുന്നു ഈ അന്ന എന്ന് പറയുന്ന സ്ത്രീ. ദൈവവുമായിട്ടുള്ള ശുശ്രൂഷകളിൽ സ്ത്രീകൾക്ക് ഏറെ വലിയ നല്ല പങ്കുണ്ട് എന്ന് നമുക്ക് ബൈബിൾ വായിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ കഴിയും. സ്ത്രീകളെ മാറ്റി നിർത്തിയിട്ട് ശുശ്രൂഷ ചെയ്യുന്ന രീതി പലപ്പോഴും നമ്മുടെ ഗ്രൂപ്പിൽ നമ്മൾ കാണാറുണ്ട്. എന്നാൽ ദൈവവചനം നോക്കുമ്പോൾ, കർത്താവായ യേശുക്രിസ്തുവിന്റെ ജീവിത ചരിത്രം നമ്മൾ നോക്കുകയാണെങ്കിൽ, സ്ത്രീകൾക്ക് ശുശ്രൂഷകളിൽ വളരെ ഏറിയ പങ്കുണ്ടായിരുന്നു. എന്നാൽ രണ്ടുപേർക്കും വ്യത്യസ്ത പങ്കുകളാണ്. അപ്പോൾ ആ ദൈവവചന അടിസ്ഥാനത്തിൽ സ്ത്രീകളും ദൈവത്തിന് വേണ്ടി ശുശ്രൂഷകൾ ചെയ്യുവാൻ ബാധ്യസ്ഥരാണ്. നമ്മൾ കാണുന്ന രംഗമെന്ന് പറയുന്നത്, ആത്മീയമായിട്ടുള്ള ശുശ്രൂഷ എന്ന് പറയുന്നത് പുരുഷന്മാർക്ക് വേണ്ടി മാത്രമാണ് എന്ന് പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട്. എന്നാൽ അങ്ങനെയല്ല. ആത്മീയമായിട്ടുള്ള ശുശ്രൂഷ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ പുരുഷർക്കുമുണ്ട്, അതുപോലെ സ്ത്രീകൾക്കും ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാകുവാൻ കഴിയും. നമ്മൾ പലപ്പോഴും ഈ പെന്തക്കോസ്തുകാരെ നമ്മൾ പലപ്പോഴും കുറ്റം പറയാറുണ്ട്. എന്നാൽ ഈ പെന്തക്കോസ് ഡിനോമിനേഷണൽ ആൾക്കാർ സുവിശേഷം അറിയിക്കാൻ പോകുന്ന സമയത്ത് പല സ്ഥലങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയും, അവിടെ സഹോദരിമാരും പരസ്യമായിട്ട് വന്നു നിന്ന് ദൈവത്തിനെ മഹത്വപ്പെടുത്തുന്നതും ദൈവത്തിനെ കുറിച്ച് പാടുന്നതും പല സ്ഥലങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ നമ്മുടെ സുവിശേഷ പ്രവർത്തനങ്ങളിൽ അങ്ങനത്തെ ഒരു രംഗം കാണുന്നത് വളരെ ചുരുക്കമാണ്. വേണമെങ്കിൽ അങ്ങനത്തെ ഒരു രംഗം കാണുവാൻ പറ്റത്തില്ല എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. എന്നാൽ കർത്താവിന് വേണ്ടി ഉള്ള ശുശ്രൂഷ ചെയ്യുന്നതിൽ സ്ത്രീകൾക്കും പങ്കുണ്ട് എന്നുള്ളത് ഈ അന്നയുടെ ജീവിതത്തിൽ നമുക്ക് മനസ്സിലാകുവാൻ കഴിയും. അപ്പോൾ ഈ അന്നയുടെ ജീവിതം നമ്മൾ നോക്കുവാണെങ്കിൽ, ഈ അന്ന വിവാഹം കഴിഞ്ഞ ഒരു സ്ത്രീ. ഈ അന്നയുടെ വിവാഹ ജീവിതം എന്ന് പറയുന്നത് 7 വർഷം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 7 വർഷം ഭർത്താവുമായിട്ട് ജീവിച്ച ഒരു സ്ത്രീയായിരുന്നു. ഈ വേദഭാഗം രേഖപ്പെടുത്തിയിരിക്കുന്ന സമയത്ത് ഈ അന്ന വിധവയായിരുന്നു എന്നാണ് നമ്മൾ കാണുവാൻ കഴിയുന്നത്. അപ്പൊ ഈ അന്നയുടെ ഭർത്താവ് നേരത്തെ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോയിരിക്കാം. അപ്പൊ ഈ അന്നാവിന് മക്കളുണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ നമുക്ക് ഈ ഭാഗത്തിൽ കാണുവാൻ കഴിയുന്നില്ല. ചിലപ്പോ ഉണ്ടായിരിക്കാം, ഇല്ലാതെ ആയിരിക്കാം. ഈ അന്നയുടെ ജീവിതം എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാകുവാൻ കഴിയും, ഭർത്താവിന് നഷ്ടപ്പെട്ട ഒരു സ്ത്രീയെയാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. ഭർത്താവിന് നഷ്ടപ്പെട്ട 84 വയസ്സായ പ്രായമായ ഒരു സ്ത്രീ. ഈ സ്ത്രീയുടെ ആത്മീയ ജീവിതം നമ്മളൊന്ന് ചിന്തിക്കുവാണെങ്കിൽ, 37-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെയാണ് കാണുന്നത്, ഈ സ്ത്രീ എപ്പോഴും ദേവാലയത്തിൽ ആയിരിക്കുന്നു എന്നാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അത് മാത്രമല്ല, രാത്രിയും പകലും ഉപവസിച്ച് പ്രാർത്ഥിച്ച് ദൈവത്തിനെ ആരാധിക്കുന്ന ഒരു സ്ത്രീ എന്നാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. എപ്പോഴും ദേവാലയത്തിൽ ആയിരിക്കുന്നു എന്നുള്ള
പദം കാണുമ്പോൾ നമ്മൾ ചിലപ്പോൾ ചിന്തിക്കാറുണ്ട് എപ്പോഴും ആ ദേവാലയത്തിൽ താമസിച്ച് ജീവിച്ച് പോകുന്ന ഒരു സ്ത്രീ ആയിരിക്കാമെന്ന്. എന്നാൽ ആ ദേവാലയത്തിന്റെ ചിത്രം ഒന്ന് നോക്കുകയാണെങ്കിൽ സ്ത്രീകളുടെ സ്ഥലം എന്ന് പറയുന്നത് അത് പുറത്താണ്. പുരുഷന്മാരുടെ മേൽക്കോട്ടിന്റെ പുറത്താണ് ഫീമെയിൽ കോർട്ട് എന്ന് പറയുന്നത്. അത് തുറന്നൊരു സ്ഥലമാണ്. അപ്പോൾ ഒരിക്കലും തുറന്നൊരു സ്ഥലത്ത് അങ്ങനെ ഒരു സ്ത്രീക്ക് ജീവിക്കുവാൻ, എപ്പോഴും ജീവിക്കുവാൻ കഴിയുമെന്നുള്ളത് വളരെ പാടാണ്. എന്നാൽ നമുക്കിങ്ങനെ ചിന്തിക്കാം, എപ്പോഴും ദൈവസന്നിധിയിലായിരിക്കണം, ദേവാലയത്തിലായിരിക്കണം എന്നുള്ള ഒരു മനോഭാവമുള്ള ഒരു സ്ത്രീയായിരുന്നു കാണും ഈ അന്ന എന്ന് പറയുന്ന സ്ത്രീ. എപ്പോഴും ദേവാലയത്തിൽ ആയിരിക്കണം എന്നുള്ള ഒരു മനോഭാവം വിശ്വാസികളായ നമുക്കും ദൈവം സഭകൾ തന്നിട്ടുണ്ട്, സ്ഥലം സഭകൾ. ആ സ്ഥലം സഭയിൽ പല ശുശ്രൂഷകളൊക്കെ നടക്കാറുണ്ട്. എന്നാൽ നമ്മുടെ മനോഭാവം പലപ്പോഴും എങ്ങനെയായി തീരുന്നു എന്ന് നമ്മൾ ചിന്തിക്കുവാൻ ബാധ്യസ്ഥരാണ്. സഭയ്ക്ക് പോകുവാൻ ഈ 84 വയസ്സായ ബലഹീനമായ ഈ സ്ത്രീയെ ഹന്നയെ പോലെ നമുക്ക് ഉത്സാഹമുണ്ടോ, അതോ പലപ്പോഴും മടി കാണിക്കുന്ന സ്വഭാവമാണോ നമ്മളിൽ ഉള്ളത് എന്ന് നമ്മൾ ചിന്തിക്കുവാൻ ബാധ്യസ്ഥരാണ്. സഭയിൽ ബൈബിൾ ക്ലാസ് നടക്കുമ്പോൾ, പ്രാർത്ഥനാ മീറ്റിംഗ് വയ്ക്കുമ്പോൾ നമ്മൾ ഏത് മനോഭാവത്തിലാണ് അത് കാണുന്നത് എന്ന് നമ്മൾ ചിന്തിക്കുവാൻ ബാധ്യസ്ഥരാണ്. ഇവിടെ ഈ 84 വയസ്സായ ഈ ബലഹീനമായ ഈ സ്ത്രീക്ക് ദേവാലയത്തിൽ എപ്പോഴും ആയിരിക്കണമെന്നുള്ള ഒരു ഉത്സാഹം ഉള്ളതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അത് മാത്രമല്ല, രാത്രിയും പകലും ഉപവസിച്ച് പ്രാർത്ഥിച്ച് കർത്താവിനെ ആരാധന ചെയ്യുന്ന അല്ലെങ്കിൽ ആരാധിക്കുന്ന ഒരു സ്ത്രീ. ഇപ്പോൾ രാത്രിയും പകലും ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നു എന്നാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. പ്രാർത്ഥന എന്ന് പറയുന്നത് ഓരോ വിശ്വാസിക്കും വളരെ ആവശ്യമായിട്ടുള്ള ഒരു വിഷയമാണ്. പ്രാർത്ഥിക്കുവാൻ പലപ്പോഴും നമുക്കൊരു അരമണിക്കൂർ പോലും തുറന്ന് പ്രാർത്ഥിക്കുവാൻ ശക്തിയില്ലാതെ പലരും തളർന്ന് ക്ഷീണിച്ചാണ് പോകുന്നത്. പ്രാർത്ഥിക്കുവാൻ ബോറും അങ്ങനത്തെ ഒരു ഫീലിങ്സ് ഒക്കെ നമുക്ക് പലപ്പോഴും വരാറുണ്ട്. എന്നാൽ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിൽ നമുക്ക് പലപ്പോഴും ബോറ് തോന്നാറില്ല, ഉറക്കം വരാറില്ല, ക്ഷീണം വരാറില്ല. എന്നാൽ നമ്മളിവിടെ കാണുന്നു, ഈ 84 വയസ്സായ ക്ഷീണിതനായ ഒരു സ്ത്രീ പ്രാർത്ഥിക്കുവാനും ഉപവസിക്കുവാനും എത്രമാത്രം ഉത്സാഹം കാണിക്കുന്ന ഒരു സ്ത്രീയാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അത് മാത്രമല്ല, എപ്പോഴും ദൈവത്തിനെ ആരാധിക്കുന്ന ഒരു സ്ത്രീയായിട്ടാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. അവസാനമായിട്ട് 38-ാം വാക്യം, കർത്താവായ യേശു ക്രിസ്തുവിനെ കണ്ടു കഴിഞ്ഞിട്ട് ഈ സ്ത്രീ എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ, ഈ യേശു ക്രിസ്തുവിനെ കുറിച്ച് എല്ലാവരിടത്തും പറയുവാണ്. ജെറുസലേമിന്റെ രക്ഷയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന എല്ലാവരിടത്തും ഈ യേശുക്രിസ്തുവിനെ കണ്ടപ്പോൾ യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുവാണ്. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഈ 84 വയസ്സായ പ്രായം കൂടിയ സ്ത്രീ സുവിശേഷം പറയുവാണ്. ഈ 84 വയസ്സായ പ്രായം കൂടിയ ഈ ബലഹീനമായ സ്ത്രീ പല കാര്യങ്ങൾ നമുക്ക് മാതൃകയാണ്. സുവിശേഷം പറയാൻ പ്രായം ഒരു തടസ്സമല്ല. സുവിശേഷ വേലയ്ക്ക് സുവിശേഷം പറയാൻ ശാരീരികമായിട്ടുള്ള ക്ഷീണം ഒരു തടസ്സമല്ല. അത് മാത്രമല്ല, പ്രാർത്ഥിക്കുവാൻ ഉപവസിക്കുവാനും പ്രായം ഒരു തടസ്സം അല്ല എന്ന് ഈ പ്രായം കൂടിയ സ്ത്രീ നമ്മളെ പഠിപ്പിക്കുവാണ്. ഈ സ്ത്രീയുടെ ഈ ആത്മീയ ജീവിതവും നമ്മുടെ ജീവിതവും നമ്മളൊന്ന് കമ്പയർ ചെയ്ത് നോക്കുവാണെങ്കിൽ പലതിലും നമ്മൾ കുറവുള്ളവരാണ്. പ്രത്യേകിച്ച് യുവാവെന്ന് പറയുന്ന ശാരീരികമായിട്ട് ആരോഗ്യവും ബലവും എല്ലാം ഉണ്ട് എന്ന് ചിന്തിക്കുന്ന നമ്മൾ ഈ 84 വയസ്സായ വിധവയായ, നമുക്കറിയാം 84 വയസ്സായ ഒരാളുടെ ശരീരം എങ്ങനെയായിരിക്കും. എന്നാൽ ഈ സ്ത്രീ ദൈവവുമായിട്ട് എത്രമാത്രം
അടുക്കുന്നു, ദൈവത്തിന് വേണ്ടി എത്രമാത്രം പ്രവർത്തിക്കുന്നു എന്ന് നമ്മളോട് തന്നെ ഒന്ന് ചോദിക്കുവാണെങ്കിൽ, നമ്മുടെ ജീവിതം വെച്ച് നോക്കുവാണെങ്കിൽ നമ്മൾ വലിയ ഒരു പരാജയമാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഈ സ്ത്രീയുടെ ജീവിതത്തിൽ നിന്ന് നമുക്കും അനുഗമിക്കാൻ അല്ലെങ്കിൽ ഫോളോ ചെയ്യാം എന്നുള്ള കാര്യങ്ങളെന്ന് പറയുന്നത്, ഒന്ന്, കർത്താവിനെ കുറിച്ച് പറയുവാനുള്ള ആഗ്രഹം. നമുക്കറിയാം, ജെറുസലേമിൽ ദേവാലയത്ത് വരുന്നത് മഹാപുരോഹിതന്മാരും യഹൂദ പ്രമാണം അനുസരിച്ച് പോകുന്ന മതവാദികളാണ്. അവരുടെ ഇടയ്ക്ക് ഈ സ്ത്രീ എത്രമാത്രം ധൈര്യത്തോട് പോയി യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നു നമുക്ക് കാണുവാൻ കഴിയും. നമ്മൾ ഇതിന്റെ മുൻപിലുള്ള വേദഭാഗമൊക്കെ ഒന്ന് വായിച്ചു നോക്കുവാണെങ്കിൽ, അവിടെ യാഗത്തിന് വേണ്ടി മറിയയും ജോസഫും കൊണ്ടുവരുന്നത് പ്രാവിനെയാണ്. അപ്പൊ യാഗം അർപ്പിക്കാനായിട്ട് മൃഗങ്ങൾ കൊണ്ടുവരുന്നത് ഓരോരുത്തരുടെ സാമ്പത്തിക രീതി അനുസരിച്ചാണ്. അപ്പൊ ഈ സ്ത്രീ, ഞാൻ ഇങ്ങനെയാണ് ചിന്തിക്കുന്നത്, ഈ ശാസ്ത്രിമാരോടും മഹാപുരോഹിതന്മാരോടും വേദപ്രമാണികളോടും പോയി പറഞ്ഞു കാണും, ഇതാണ് ഈ യേശുക്രിസ്തുവാണ് മെശയാവെന്ന്. അപ്പൊ പറയുന്ന സമയത്ത് ഇത് കേട്ട പുരോഹിതന്മാരൊക്കെ പറഞ്ഞു കാണും, ഇതോ നമ്മുടെ മെശയാവ് രാജാവല്ലേ, മറിച്ച് ഈ തച്ചന്റെ മകനാണോ, ഒന്നുമില്ലാത്ത യാഗമർപ്പിക്കാൻ പ്രാവിനെയും ദരിദ്രം അനുഭവിക്കുന്ന ഇവരുടെ മകനാണോ നമ്മുടെ മെശയാവെന്ന് പറഞ്ഞ് ചിലപ്പോൾ പരിഹസിച്ച് കാണാം. എന്നാൽ ഈ സ്ത്രീ തളർന്നു പോകാതെ എല്ലാവരോടും ഈ യേശുക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞു എന്നാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അപ്പോൾ കർത്താവിനെ കുറിച്ച് ആരോടും പറയുവാനുള്ള ധൈര്യം നമുക്കുണ്ടാകണം എന്നുള്ള കാര്യം ഈ സ്ത്രീയുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് കിട്ടേണ്ട ഒരു സന്ദേശമാണ്. അതുപോലെ ദൈവവുമായിട്ടുള്ള ബന്ധം, പ്രാർത്ഥനയും ഉപവാസവും മുഖാന്തരം കിട്ടേണ്ട ബന്ധത്തിന് പ്രായമൊരു തടസ്സമല്ല. അത് എപ്പോഴും നമുക്ക് ദൈവവുമായിട്ടുള്ള ബന്ധം ആവശ്യമാണ്. അത് മാത്രമല്ല, മൂന്നാമത്തെന്ന് പറയുന്നത്, സഭയുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ ഉത്സാഹം നമുക്ക് ആവശ്യമാണ് എന്നുള്ള ഈ വലിയ 3 ചിന്തകളാണ് നമുക്ക് ഈ പ്രായം ചെന്ന സ്ത്രീയുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുവാൻ കഴിയുന്നത്. ഈ ചിന്തകൾ നമ്മുടെ ഹൃദയത്തിൽ ഭരിക്കുവാനും നമ്മുടെ ജീവിതത്തിൽ വ്യത്യാസം കൊണ്ടുവരട്ടെ എന്നാഗ്രഹിച്ചും കൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവനാമം തന്നെ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ.